50 കോടിയുടെയും 100 കോടിയുടെയും ഒക്കെ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കും. പ്രധാന പത്രങ്ങൾ പോലും ഇത് ഏറ്റുപിടിച്ച് ഓൺലൈനിൽ കോടികളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടും. എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുന്നതനുസരിച്ച് ജനുവരിയിൽ മാത്രം മലയാള സിനിമയിൽ 110 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വിജയിച്ചത് ഒരേ ഒരു പടം. എന്തു പറ്റി കോടികളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട മലയാള സിനിമകൾക്ക്? ഒന്നും സംഭവിച്ചില്ല. കാരണം ഇവർക്ക് പിന്നിൽ കള്ളപ്പണ മാഫിയ ഉണ്ട്. കോടികളുടെ കള്ളപ്പണം എന്ന് പറയുന്ന പ്രധാന മേഖലയായി മലയാള സിനിമ മാറിയിരിക്കുന്നു. രാജ്യവിരുദ്ധ ശക്തികൾ പോലും മലയാള സിനിമയിൽ കൊണ്ടുവന്ന് കള്ളപ്പണം ഇറക്കുന്നുണ്ട്. മലയാളികൾ ഒന്നിച്ച് എല്ലാ ദിവസവും എല്ലാ ഷോയ്ക്കും കേരളത്തിലുള്ള തിയേറ്ററുകളിൽ സിനിമ കണ്ടാൽ പോലും വന്നു ചേരാത്ത കോടികളുടെ കള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുതിയ പടങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ പുറത്തു വരുന്നത്. സിനിമയുടെ ബജറ്റും അതുപോലെ തന്നെയാണ്. 100ഉം 200ഉം 300ഉം കോടിയൊക്കെ മുടക്കി മലയാള സിനിമ ചെയ്യാൻ ആരാണ് തയ്യാറാവുന്നത്? അവരാരാണ്? 50 കോടി മുടക്കിയാൽ പോലും പുറത്തു വരുന്നത് 150 കോടി എന്നാണ്. ബജറ്റ് പെരുപ്പിച്ച് കാണിച്ച് കള്ളപ്പണം വെളുപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മലയാള സിനിമ നിർമ്മാണ മേഖലയിൽ 2 വർഷം മുമ്പ് ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 225 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് കണ്ടെത്തി. നികുതിയായി ഖജനാവിലേക്ക് എത്തേണ്ട 72 കോടിയോളം രൂപയാണ് ഇവരൊക്കെ കൂടി മറച്ചു പിടിച്ച് തട്ടി അമുക്കിയത്. പ്രമുഖ താരങ്ങൾ അടക്കമുള്ളവർ വിദേശത്ത് സ്വത്തുകൾ വാങ്ങിയതിലും ക്രമക്കേട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മലയാള സിനിമാ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് സൂപ്പർ താരങ്ങളുടെയും പ്രമുഖ നിർമ്മാതാക്കളുടെയും വീടുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, സ്റ്റീഫൻ, ആന്റോ ജോസഫ്, ആന്റണി പെരുമ്പാവൂർ തുടങ്ങി മലയാള സിനിമാ മേഖലയിൽ നിർമ്മാണ രംഗത്ത് സജീവമായവരുടെ സാമ്പത്തിക ഇടപാടുകളിലും നിർമ്മാണ സ്ഥാപനങ്ങളിലും കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. സിനിമ ഇറങ്ങി 2 ആഴ്ച കഴിയും മുമ്പ് തന്നെ കളക്ഷൻ 50ഉം 70ഉം കോടി കഴിഞ്ഞെന്ന് ചില നിർമ്മാതാക്കൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടത് മുൻനിർത്തിയായിരുന്നു റെയ്ഡ്. 225 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് ഇതുവരെ ആദായ നികുതി വകുപ്പ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ചില താരങ്ങളും നിർമ്മാതാക്കളും ദുബായ്, ഖത്തർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് വൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇവർ നിർമ്മിക്കുന്ന സിനിമകളുടെ ഓവർസീസ് വിതരണാവകാശത്തിന്റെ മറവിലായിരുന്നു വിദേശത്തെ കള്ളപ്പണ ഇടപാടെന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്നാൽ പിടിക്കേണ്ടവരെയൊക്കെ പിടിച്ച് കള്ളപ്പണ ഇടപാടുകളുടെ കള്ളത്തരങ്ങൾ തൽക്കാലം ഇവർ മറച്ചുവെച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് കള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പൊളിച്ച് നിർമ്മാതാവായ സുരേഷ് കുമാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ജനുവരിയിൽ വിജയിച്ചത് ഒരു സിനിമ മാത്രമാണ്. എന്നാൽ എല്ലാ മാസവും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പുറത്തിറങ്ങുന്ന സിനിമകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ നിന്നാണ്, ആരാണ് ഈ കാശ് മുടക്കുന്നത്? മുൻപിൽ പ്രൊഡ്യൂസർ എന്ന പേരിൽ ആരെങ്കിലും ഒക്കെ കാണുമെങ്കിലും ഇവരൊന്നുമല്ല യഥാർത്ഥത്തിൽ പണം മുടക്കുന്നത്. മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസർ മാത്രം ഒരു വർഷം 15ഓളം സിനിമകളാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ പണം? കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിൽ 24 സിനിമകൾ മാത്രമാണ് വിജയം നേടിയത്. 10% നിന്നും 12% വിജയശതമാനം ഉയർന്നെങ്കിലും 176 സിനിമകളാണ് ബോക്സ് ഓഫീസിൽ തകർന്നെടുത്തത്. 650-750 കോടിയുടെ നഷ്ടം കഴിഞ്ഞ വർഷം ഉണ്ടായി. 2025 ജനുവരിയിൽ 28 സിനിമകൾ പുറത്തു വന്നപ്പോൾ ആകെ ഒരു സിനിമ മാത്രമാണ് സാമ്പത്തികമായി വിജയിച്ചത്. ജനുവരിയിൽ മാത്രം നഷ്ടം 110 കോടിയാണ്. കള്ളപ്പണം ഇറക്കി വെളുപ്പിക്കുന്നവർക്ക് ഈ പറയുന്നതൊന്നും നഷ്ടമല്ല. അതാണ് വീണ്ടും വീണ്ടും ഇവർ സിനിമ നിർമ്മിക്കുന്നത്, കോടികൾ ചെലവഴിക്കുന്നത്. ഇക്കാര്യത്തിൽ വലിയ അന്വേഷണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്.